പേരൻസൊക്കെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ടീനേജ് കുട്ടികൾക്ക് വേണ്ടി യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സാർ ഒരു വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുമോ. തീർച്ചയായിട്ടും ഒരു ടീൻ ഡെവലപ്മെൻറ്റ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡായിട്ട് എടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്കിത് കേൾക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അവരിത് കേൾക്കട്ടെ, അവരിതിനോട് റിയാക്ട് ചെയ്യട്ടെ, അവർ ഇതിൽ എത്ര കണ്ട് ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ. അതിനനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ കൊടുക്കുക, അവരെ കേൾപ്പിക്കുക, അവരിതിൽ എൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ. എസെൻഷ്യലായിട്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ വളരെ കോറായിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഒരു ടീനേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര മാർക്ക് വാങ്ങിച്ചു, ക്ലാസ്സിൽ ഫസ്റ്റാണോ, ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം നല്ലൊരു മനുഷ്യനെ ടീനേജ് കാലത്ത് ബിൽഡ് ചെയ്തെടുത്തില്ലെങ്കിൽ, അങ്ങനെ ഒരു ഫൗണ്ടേഷൻ അവർക്ക് നൽകിയില്ലെങ്കിൽ, അതിന് മേളോട്ട് കെട്ടിപ്പൊക്കുന്ന എല്ലാ എലിവേഷനും സസ്റ്റെയിൻ ചെയ്യാതെ താഴെ വീഴും. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഗുഡ്, ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. കുട്ടികളുടെ ടീനേജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് കുട്ടികളോട് തന്നെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത വിജയം, നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾസിലൊക്കെ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ അടിസ്ഥാനപരമായൊരു കാര്യം നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കാർഡിനലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മുടെ തന്നെ എബിലിറ്റീസിലുള്ള നമ്മുടെ വിശ്വാസം. നമ്മുടെ എബിലിറ്റീസിൽ നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് എബിലിറ്റീസ് നമുക്കുള്ളതായിട്ട് കണ്ടെത്തണം. അത്തരം എബിലിറ്റീസ് നമ്മൾ ഡിസ്കവർ ചെയ്യണം. അത്തരം എബിലിറ്റീസിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യണം. അത്തരം എബിലിറ്റീസിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം വരുത്താനുള്ളൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾ അമിതമായിട്ട് ട്യൂഷൻ, കോച്ചിങ്, ഇതിലൊക്കെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ പഠിക്കാനുള്ളൊരു ടൈമുണ്ട്. നമ്മളൊരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒരു ദിവസം പഠന പ്രക്രിയയിലാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നമ്മളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും കൂടെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ പഠിക്കുമ്പോൾ പോലും നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാം. കാരണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വളരെ അനലൈസ് ചെയ്ത് പഠിക്കുന്നു, നല്ല ധൈര്യത്തോടെ പഠിക്കുന്നു, ആത്മവിശ്വാസത്തോടെ പഠിക്കുന്നു, ചോദ്യം ചെയ്ത് പഠിക്കുന്നു, അനലൈസ് ചെയ്ത് പഠിക്കുന്നു, പിന്നെ പഠിച്ച കാര്യത്തെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എല്ലാം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ്. പല കുട്ടികളെയും നോക്കുമ്പോൾ അവർ പഠിച്ച് ബലഹീനരാകുകയാണ്. പഠിക്കുന്തോറും അവർ ബലം കുറഞ്ഞവരായി മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പഠന പ്രക്രിയ പോലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുകയാണ്. നമുക്ക് ഫ്രണ്ട്സ് കൂടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുകയാണ്. നമുക്ക് ഈ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുകയാണ്. നമ്മുടെ സോഷ്യൽ എബിലിറ്റീസ് കൂടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടുകയാണ്. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഞാൻ പലപ്പോഴും ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരുടെ ഏജിനനുസരിച്ചുള്ളൊരു വിശ്വാസം അവരിൽ തന്നെ ഇല്ല. അത് വളരെ പോരായ്മയാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്യണം. ആത്മവിശ്വാസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല, അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടത്തുമില്ല. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. നമ്മളൊരു ഓണസ്റ്റായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡബിൾ ആയിരിക്കുക. ഒരു സമയം പറഞ്ഞാൽ ആ സമയം പാലിക്കാൻ പറ്റുക, ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ പറ്റുക, ഒരു കാര്യം ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക, പിന്നെ ഏത് കാര്യവും ഒരു സത്യം പറയാനുള്ള ധൈര്യം കാണിക്കുക, ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ച അക്സെപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇത് പല കുട്ടികളിലും ഇന്നില്ല. അവരുടെ കുറ്റമല്ല, ഞാൻ കുട്ടികളെ കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം പലപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുമില്ല. ഒരു തെറ്റ് വന്നാൽ അത് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ലോകം നിങ്ങൾക്ക് ചുറ്റും ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇൻറ്റഗ്രിറ്റി ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. പലപ്പോഴും കള്ളം പറയുകയും കള്ളം ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന അമിതമായി പ്രഷേർഡായിട്ടുള്ള, അമിതമായിട്ട് വളരെ ഒട്ടും മനസ്സിലാക്കാത്ത ആൾക്കാർ ചുറ്റുമുള്ള കുട്ടികളിലാണെന്ന് ഞാൻ പലപ്പോഴും ഇടപെടലുകൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെറിയ പ്രായത്തിലെ ആ ധൈര്യം, ഒരു ഡിപ്പെൻഡബിൾ പേഴ്സണായി, ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള പേഴ്സണായി, ഒരു ഓണസ്റ്റ് പേഴ്സണായി, സത്യം പറയാനുള്ള ധൈര്യമുള്ള ആളായി, ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ച പറ്റി, ഒരു തെറ്റ് പറ്റിയല്ല തെറ്റ് പറ്റി, എനിക്കൊരു തെറ്റ് പറ്റി, സോറി എന്ന് പറയുന്നത് വലിയൊരു ഇൻറ്റഗ്രിറ്റിയാണ്. ഒരു സോറി പറയാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പലർക്കും ഇല്ല. അത് മാറ്റിയെടുക്കണം. അതിലൊന്നും ദുരഭിമാനമൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടൊന്നും അല്ല ഒരു മനുഷ്യൻ ഒരു സോറി പറയുന്നതുകൊണ്ട് ആരും ചെറുതായി പോകുന്നില്ല. പക്ഷെ ഒരു സോറി പറയാതിരുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചെറുതായി പോകും.
ഒരു സോറി പറയാൻ നമ്മൾ പഠിക്കണം, ഒരു താങ്ക് യു പറയാൻ പഠിക്കണം. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരിക്കൽ ഡോക്ടർ വല്യത്താൻ, പത്മഭൂഷൺ ഡോക്ടർ വല്യത്താൻ, അദ്ദേഹം ഡോക്ടേഴ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു വാചകം, ഒരു നല്ല മനുഷ്യനിലാണ് ഒരു ഡോക്ടറിനെ സൃഷ്ടിക്കേണ്ടത്. ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യൻ, അതിനെ സൃഷ്ടിച്ച് അതിൻ്റെ പുറത്താണ് നല്ല എൻജിനീയറും നല്ല ഡോക്ടറും നല്ല സയൻറ്റിസ്റ്റും നല്ല ബിസിനസ്സുകാരനും നല്ല രാഷ്ട്രീയക്കാരനും ഒക്കെ ബിൽഡ് ചെയ്യപ്പെടുന്നു. പലപ്പോഴും ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട പല ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് പിന്നീട് നമ്മൾ എന്തെല്ലാം പരീക്ഷ പാസ്സായാലും ഏതെല്ലാം സ്ഥാനത്തെത്തിയാലും നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻ വളരെ ഓക്വേർഡായിരിക്കും. അതുണ്ടാവാൻ ഒരിക്കലും ഇടയാക്കരുത്. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ് തന്നെ വളരെ കുറവാണ്. നമ്മൾ അവരിൽ നിന്നൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു പകുതി പോലും പലർക്കും പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മൂന്നാമതായിട്ട് റെസിലിയൻസ് ആണ്. റെസിലിയൻസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അവർ എബിലിറ്റി ടു ബൗൺസ് ബാക്ക് വെൻ വി ഫോൾ ഡൗൺ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഒരു പ്രതിരോധ ശക്തിയാണ്. നമുക്ക് ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒന്നിനെയും പൂർണ്ണമായും സർട്ടനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പല കാൽക്കുലേഷൻസ് തെറ്റിപ്പോവും. അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്ന ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ കിട്ടുന്ന കണ്ടീഷൻസൊന്നും നാളെ കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന പലതും നാളെ ആ ലോകത്ത് തന്നെ കാണില്ല. ഇപ്പോൾ വളരെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഡ്വേഴ്സിറ്റി കോഷ്യൻ്റ് എന്ന് പറയും. ഒരു വലിയ സങ്കീർണത വന്നാൽ അതിനെ നേരിട്ട് നിൽക്കാനുള്ള ശക്തിയാണ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നും അങ്ങ് 100% സർട്ടനായിട്ട് പ്രതീക്ഷിക്കുക. നമ്മുടെ റിലേഷൻഷിപ്പുകൾ, ഇപ്പോൾ അച്ഛൻ അമ്മ ഒന്നും സർട്ടനല്ല. നമുക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഒന്നും സർട്ടനല്ല. ഫ്രണ്ട്ഷിപ്പ് ഒന്നും സർട്ടനല്ല. നിങ്ങൾ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു സർട്ടനിറ്റി ഇല്ല. ഇതൊക്കെ ഏത് സമയത്തും മാറിപ്പോകാം. അത് മാറിപ്പോകുന്നതെല്ലാം ദോഷത്തിനും ആയിരിക്കത്തില്ല. ചിലതൊക്കെ മാറിപ്പോകുന്നതുകൊണ്ട് ചില ഗുണങ്ങളും നമുക്കുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അല്ലെ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട്. ചില സങ്കീർണതകളിൽ നിന്നാണ് ചില പുതിയ കണ്ടുപിടുത്തങ്ങളും ചില പുതിയ വഴികളും ഒക്കെ തുറന്നു കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു റെസിലിയൻസ് നമുക്ക് വളരെ ആവശ്യമാണ്. ഏതൊരു സാഹചര്യം വന്നാലും അതുമായിട്ട് അതിനെ നേരിടണം, അതിനെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കണം, അതിനെ ഓവർകം ചെയ്യണം, ചെയ്തേ പറ്റൂ. അതിന് തക്കവണ്ണം നമ്മുടെ മൈൻഡിനെ ബിൽഡ് ചെയ്തെടുക്കണം. അവിടെയാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റി, നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു റെസിലിയൻസിലാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളൊരു നല്ല സ്ട്രോങ് പേഴ്സണാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്ക് ആ ഒരു ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്ത് കിട്ടുമ്പോഴാണ്. നാലാമത്തെ ഒരു കാര്യം ഡിറ്റർമിനേഷനാണ്. നമുക്ക് ഏത് കാര്യം ചെയ്യണമെങ്കിലും പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. പല ആൾക്കാരുടെ ഒരു കുഴപ്പം, അവർ പലതും തുടങ്ങും, ഒരു ശകലം ഡീപ്പായിട്ട് ചെല്ലുമ്പോൾ ശകലം ടഫായി മാറുമ്പോൾ പതുക്കെ തലയെടുത്ത് പുറകോട്ടേക്ക് മാറും, അല്ലെങ്കിൽ പതുക്കെ വിൽറ്റ് ചെയ്യുന്നു, പുറകോട്ട് മാറുന്നു, പറ്റുന്നില്ല. ഒരു കട്ടിയുള്ള സാഹചര്യം വരുമ്പോൾ പലരും പുറകോട്ട് മാറുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന വലിയൊരു പ്രശ്നം, അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, പലതിൻ്റെയും പുറകിൽ അവർ പോകുന്നു. പക്ഷേ പോയി അങ്ങോട്ട് ഒരു ശകലം ടഫ്, കാരണം ഏതൊരു കാര്യം ഒരു ഫണൽ ഷേപ്പാണ്. തുടക്കത്തിൽ അത് ആ ഫണലിൻ്റെ ആ മൗത്ത് പോലെ തന്നെ വളരെ വിശാലമായിരിക്കും. പക്ഷേ അതിലൊരു എക്സ്പേർട്ടായി മാറണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ അത് വളരെ സങ്കീർണമാണ്, വളരെ ടഫാണ്, വളരെ ചലഞ്ചിങ് ആണ്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, പെയിൻ ഉണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറുകയാണ്. അവിടെയാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റി, നമ്മുടെ ഇമോഷണൽ എബിലിറ്റി ഒക്കെ വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഡിറ്റർമിൻഡ് ആയിട്ട് ഐ വാണ്ടഡ് ടു അച്ചീവ്, ഐ വാണ്ടഡ് ടു റീച്ച് ദ എൻഡ് ഓഫ് ദ ടണൽ, ഐ എം ഗോയിങ് ടു കംപ്ലീറ്റ് ദിസ്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഗോയിങ് ബാക്ക്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കേ ഒരു എക്സ്പേർട്ടായി മാറാൻ പറ്റുള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ട്രൂ പ്രൊഫഷണലായി മാറാൻ പറ്റുള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ്, വനിതാ ക്രിക്കറ്റിൽ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ പൊരുതിയ ജമിയെ നമ്മളെല്ലാവരും കണ്ടതാണ്. ജമി റോഡ്രിഗസ് നമ്മൾ കണ്ട ആ കുട്ടി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരു റൈറ്റ് ഓഫ് ചെയ്ത കുട്ടിയാണ് ഒരു കാലത്ത്. പക്ഷെ അതിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, അപ്പോൾ അങ്ങനെയാണ് ആ ഡിറ്റർമിൻഡായിട്ട് നിൽക്കുന്നവർക്ക് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നാണ്. ഡിറ്റർമിൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സെപ്ഷണൽ സാഹചര്യത്തിൽ എക്സെപ്ഷണലായിട്ട് ഫ്ലറിഷ് ചെയ്യാനുള്ള അവസരം ലോകത്തുണ്ടാവും. ആ കുട്ടി ഒരു ദൈവവിശ്വാസിയും കൂടാണ്. ആ കുട്ടി പറഞ്ഞത് ക്രൈസ്റ്റ് ക്യാരിഡ് മീ ത്രൂ. ഞാൻ പകച്ചു നിന്നപ്പോൾ ഞാൻ സ്റ്റില്ലായി അവിടെ നിന്നു, ദൈവമാണ് എന്നെ ക്യാരി ചെയ്തത്. അതിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ്.
പുറകോട്ട് പോകാനും നിരാശപ്പെടാനും ഒക്കെ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും ജീവിതത്തിൽ എക്സെപ്ഷണലായി അച്ചീവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഡെവലപ്പ് എ ക്വാളിറ്റി ഓഫ് ഡിറ്റർമിനേഷൻ. അതുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ആ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ അവർ വിൽറ്റ് ചെയ്യും, ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ അവർ പുറകോട്ട് തിരിഞ്ഞോടും, അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എന്നും അവർ കരഞ്ഞുകൊണ്ടിരിക്കും, എന്നും അവർ പറയും എനിക്ക് അതിൽ ലക്കില്ലായിരുന്നു, ഇതിൽ ലക്കില്ലായിരുന്നു, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല. ഈ കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, അവരിൽ ഡിറ്റർമിനേഷൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ എപ്പോഴും കംപ്ലൈൻറ്റ് പറയേണ്ടി വരുന്നത്. ഡിറ്റർമിനേഷൻ ഉള്ളവർക്ക് ആ കംപ്ലൈൻറ്റ് പറയേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പോയി അതിൻ്റെ സ്ട്രഗിൾ എടുക്കും. ദെയർ ഇസ് നോ പെയിൻ നോ ഗെയിൻ. അഞ്ചാമതായിട്ട് സെൽഫ് അവെയർനെസ്സാണ്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഞാനിത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. പക്ഷേ കുട്ടികൾ അവരെ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല, അവരെ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല, അവരെ കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പക്ഷേ പേരൻസും അവരെ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അതിന് ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ആ കുട്ടിയിലൊരു എഞ്ചിനീയർ ഇല്ല. അതിനൊന്നും ഉള്ള ഒരു മേക്കപ്പ് ആ കുട്ടിക്കില്ല. വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിരുന്നാൽ ആ കുട്ടി ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. പക്ഷേ ഇതൊരു എഞ്ചിനീയറിങ്ങിന് പോയി അവിടെ ചെന്ന് തോറ്റ്, കോൺഫിഡൻസ് പോയി, സെൽഫ് എസ്റ്റീം പോയി, റെസ്പെക്റ്റ് പോയി, ആകെ കൂടെ കുണ ആയിട്ട് നമ്മുടെ മുമ്പിലെത്തുക. അങ്ങനെ കുഞ്ഞുങ്ങളെത്തുന്നത് അപകടകരമാണ്. നമ്മൾ തന്നെ പറയണം, എനിക്കൊരു എഞ്ചിനീയർ എൻ്റെ കയ്യിലില്ല. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ കണക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു എഞ്ചിനീയർ ഉണ്ടോ ഇല്ലയോ. പിന്നെ +2 കൂടെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും എഞ്ചിനീയറായ മഹാവൃത്തികേടായിരിക്കും ലോകം. എല്ലാവരും ഡോക്ടറായാൽ നമുക്കിവിടെ രോഗികളുടെ എണ്ണം കൂടും. ഒരു സംശയമില്ല. നമുക്കെല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണ്ട. പക്ഷെ നമ്മൾ ആകുന്നിടത്ത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളെ കറക്റ്റായിട്ട് അസസ് ചെയ്യണം. ഇപ്പോൾ എന്തിൽ ചെന്നാലാണ് എനിക്കൊന്ന് ബെസ്റ്റ് ആകാൻ പറ്റുന്നത്? കരിയറിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്തിൽ ചെന്നാൽ ഞാൻ ബെസ്റ്റ് ആകും, എന്തിൽ ചെന്നാൽ ഞാനൊരു എക്സലൻ്റ് ആകും, എന്തിലാണ് എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമ്മൾ പോവുക. അല്ലാതെ ലോകം അത് പറഞ്ഞു, ലോകം ഇങ്ങനെ പറഞ്ഞു, അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ ഒന്നും പുറകിന് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും നല്ലതാകാൻ പറ്റുന്നത് എന്താണ്? അതിന് ചിലപ്പോൾ ഇച്ചിരി വരുമാനം കുറവായിരിക്കും, അതിൽ കിട്ടുന്ന സാലറി കുറവായിരിക്കും, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ഒരിക്കലും വറി ചെയ്യരുത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ഒരു പാഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ആ പാഷൻ നമ്മളെ ക്യാരി ചെയ്യും. ആ പാഷൻ നമ്മളെ ഒരിക്കലും തോൽപ്പിക്കില്ല. ആ പാഷൻ നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തത്തില്ല. അത് നിരന്തരമായിട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ വലിയ വിലയുള്ള ഒരാളായിട്ട് മാറും. നിങ്ങളുടെ പുറകിന് ലോകം വരും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം. നമ്മുടെ നീഡ്സ് എന്താ, ശരിക്കും എനിക്ക് എന്താ വേണ്ടത്, ശരിക്കും ഞാൻ ആരാണ് ആവേണ്ടത്, എൻ്റെ മോട്ടീവ്സ് എന്താണ്, എൻ്റെ വാല്യൂസ് എന്താണ്, എവിടെയാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യരുതാത്തത്, എന്തൊക്കെയാണ് എൻ്റെ വാല്യൂസ്, എന്തിലൊക്കെയാണ് ഞാൻ ഒരു നെഗോഷിയേഷനും പോകരുതാത്തത്, എന്തൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്യരുതാത്തത്, എന്തൊക്കെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം എൻ്റെ സ്റ്റാൻഡ്. ഈ ഒരു സെൽഫ് അവെയർ ഉള്ള ആൾക്കാർ, ഇവരുടെ ഒരു പ്രത്യേകത, ഗ്രേറ്റ്. അവർ എക്സെപ്ഷണലാണ്. ഏത് സ്ഥലത്തും അവരെ ആൾക്കാർ നോട്ടീസ് ചെയ്യും. ഒരു നിലപാടുള്ള, അത് ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ആ നിലപാടുമായി നിൽക്കുന്ന ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ ജയിക്കുന്ന ആളൊന്നും ആയിരിക്കണമെന്നില്ല. ജയിക്കുന്ന ആളൊന്നും വലിയ ആളല്ല, ഒരുപാട് ആൾക്കാരെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളൊന്നും വലിയ ആളൊന്നും അല്ല. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു നിലപാടിൽ നിൽക്കാൻ കഴിയുന്നതാണ് ധീരത എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡുണ്ട്. എനിക്കെന്താ വേണ്ടതെന്നറിയാം, എനിക്ക് വേണ്ടാത്തത് എന്താണെന്നറിയാം, എനിക്ക് നോ പറയാനറിയാം, അസേർട്ടീവ് ആകാനറിയാം, കറേജിയസ് ആണ്. അതാണ് ഒരു സെൽഫ് അവെയർനെസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇത് ഇന്ന് ആൾക്കാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്നൊരു ക്വാളിറ്റിയാണ്. പലപ്പോഴും ലീഡർഷിപ്പിലിരിക്കുന്ന പല ആൾക്കാർക്ക് ഈ സെൽഫ് അവെയർനെസ് ഇല്ല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് തന്നെ അവർക്കറിയില്ല. എല്ലാ ചന്തയ്ക്കും ഇറങ്ങും, എല്ലായിടത്തും പോയി പെടും. നാണക്കേടാണ്. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറൊരു പാർട്ടിയെ സ്തുതിക്കുക, ദിവസവും ഓരോരോ പാർട്ടിയിൽ പോവുക, ദിവസവും ഓരോരോ ജോലിയിൽ പോവുക, അവസാനം ഒന്നും ആവുന്നില്ല. ആകെ കോംപ്ലിക്കേറ്റഡാണ്. ഒന്നും ഓട്ടമാണ്. ഓടിയിട്ട് സമാധാനമില്ല. ഇതെന്തുകൊണ്ടാണ്? ഒരു സെൽഫ് അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ക്വാളിറ്റിയോടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവെയർനെസ്. ആൻഡ് 6th തിങ് ഈസ് താങ്ക്ഫുൾനെസ്. ഞാൻ ഈ അടുത്തിടയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഓൾ ഡേ ഞാൻ അവരുടെ കൂടെ എക്സോസ്റ്റഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവരുടെ പല ആക്ടിവിറ്റീസും അതിലെല്ലാം ഇൻവോൾവ് ചെയ്ത് അവരെ ലീഡ് ചെയ്ത് അവരെ നല്ല രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ എക്സോസ്റ്റഡാണ്. പക്ഷേ ആ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി എന്നോട് താങ്ക് യു പറഞ്ഞിട്ട് പോയ ചില കുട്ടികളുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ദ പേരൻസ് ഓഫ്
ദോസ് ചിൽഡ്രൻ. ഐ റിയലി അപ്രീഷിയേറ്റ് ദ ടീച്ചേഴ്സ് ഓഫ് ദോസ് ചിൽഡ്രൻ. ഒരു സംശയമില്ല, ആ കുഞ്ഞുങ്ങളൊക്കെ വളരെ എക്സെപ്ഷണലാണ്. നമ്മൾ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന്, ഈ താങ്ക്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വളരെ റെയർ ക്വാളിറ്റിയാണ്. ഞാൻ ഇന്ന് വായിച്ചൊരു കാര്യമാണ്, ഒരു അന്ധനായ മനുഷ്യന് കാഴ്ച കിട്ടിയാൽ ആദ്യം അവൻ എടുത്തു കളയുന്ന, അതുവരെ അവനെ നടത്തിയ വടിയാണ്. നമ്മുടെ ഒരു പ്രോബ്ലം ഇതാണ്. നമ്മൾ എക്സൈറ്റഡ് ആവുന്നു, നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു, എല്ലാം കഴിയുമ്പോൾ അതിനൊക്കെ നമ്മളെ ഉപകരിച്ച ആളിനെ മറന്നു പോകുന്നു. ആ താങ്ക്ഫുൾനെസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ഒരു നന്ദി പറയാൻ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ, അത് തന്നെ മതി മനുഷ്യന് സമാധാനം കിട്ടാൻ, വേറൊന്നും വേണ്ട. ആ നന്ദി ഉള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു സ്പിരിച്വാലിറ്റിയാണ്. അതാണ് ഈശ്വരൻ. ആ എഫേർട്ട് ഇട്ട ആൾക്കാരൊക്കെ ഒന്ന് പോയി വരുന്നത്. നമുക്കൊരു നല്ല എക്സലൻറ്റ് ഫീസ്റ്റ് കിട്ടി, ഒരു ഡേ എക്സെപ്ഷണലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, താങ്ക് യു സർ എന്ന് പറയാൻ കഴിയുന്നത് ഒരു വലിയ ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. ഇതൊക്കെ പേരൻസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഒരു താങ്ക് യു പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു സോറി പറയുന്നത് അതിനേക്കാളും വലിയ ക്വാളിറ്റിയാണ്. ആൻഡ് ഫൈനലി യുവർ ഇൻ്റർപേഴ്സണൽ സ്കിൽ. മനുഷ്യനുമായി നമ്മൾ എത്ര കണക്റ്റഡ് ആകുന്നു, ലോകവുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകും, സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകും, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഹ്യൂമൻ സ്കിൽ. ആ ഹ്യൂമൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മനുഷ്യരുമായിട്ട് ഇടപെടാൻ പഠിക്കണം, സംസാരിക്കാൻ പഠിക്കണം, ഒരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കണം. എപ്പോഴും ഈ സ്ക്രീൻ നോക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ആൾക്കാരുടെ ഇടയിലിരിക്കുമ്പോൾ, നെവർ ലുക്ക് അറ്റ് ദ സ്ക്രീൻ ആൻഡ് സിറ്റ്, ലുക്ക് അറ്റ് ദ ഐസ് ഓഫ് ദ പീപ്പിൾ. എവിടെയാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നത്. ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ, ദോസ് ഹു നെറ്റ്വർക്ക് ആൻഡ് ദോസ് ഹു ഹാവ് ദ എബിലിറ്റി ടു മൂവ് ടു പീപ്പിൾ. മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവരുമായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യാൻ, അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ, അവരെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരാണ് ഈ ലോകത്ത് വളരെ പവർഫുള്ളായി മാറാൻ പോകുന്നത്. ഒരു സംശയമില്ല. മെഷീനൊക്കെ അങ്ങോട്ട് വന്ന് ലോകം കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ നല്ല ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ളവർക്ക് എക്സെപ്ഷണലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പക്ഷേ ആ ഇൻ്റർപേഴ്സണൽ സ്കില്ലൊക്കെ ചെറിയ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യണം. എവിടെ ചെന്നാലും മനുഷ്യമായിട്ട് ഇടപെടാൻ പഠിക്കുക. ഈ ഹ്യൂമൻ സ്കില്ല് കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത്തരം ആക്ടിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ കൂട്ടുക. നിങ്ങൾ ട്യൂഷനും കോച്ചിങ്ങും മാത്രം, കണക്കിൻ്റെ ട്യൂഷനും അല്ല പോകേണ്ടത്, മനുഷ്യനാകാനുള്ള കോച്ചിങ്ങിനാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ലൈഫ് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കൂടുതൽ മനുഷ്യരുള്ളവരുമായിട്ടും ഒക്കെ കൂടുതൽ ഇടപെടാൻ പഠിക്കുക. ടീം ഗെയിമിലൊക്കെ പോയി എൻഗേജ് ചെയ്യുക, കൂട്ടമായി പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് മനുഷ്യമായിട്ട് ഇടപെടാനുള്ള ക്വാളിറ്റീസൊക്കെ കൂടും. ഞാൻ ഈ ക്യാമ്പൊക്കെ കുട്ടികൾക്ക് വേണ്ടി നടത്തുമ്പോൾ, അവിടെ കുട്ടികളെ ഗ്രൂപ്പൊക്കെ ആക്കുമ്പോൾ അവിടെ ആ ഹ്യൂമൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അതൊക്കെ അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ വലിയ ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള, നമ്മുടെ കുട്ടികളെ നീഡ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് തന്നെ നോക്കേണ്ടത് നിങ്ങളുടെ നീഡ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്താൽ ഞാൻ കുറച്ചുകൂടെ പവർഫുള്ളാണ്. ഇതാണൊരു എസെൻഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു പേഴ്സണാലിറ്റിയുടെ വളരെ കോറായിട്ടുള്ള 7 തിങ്സാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. കുട്ടികളിത് എത്ര കണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നു, എത്ര കണ്ട് ഇത് മനസ്സിലാക്കുന്നു, എത്ര പേരെന്നോട് ഈ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും കൂടുതൽ. പല പേരൻസും എന്നോട് പറയാറുണ്ട്, കുട്ടികൾക്ക് വേണ്ടി സാർ വീഡിയോ ചെയ്യണം, അവരെ ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളൊന്നും ഇത്തരം വീഡിയോകളൊന്നും കാണാറില്ല. പക്ഷേ പേരൻസ് ഉറപ്പുവരുത്തുക, കുട്ടികൾ ഉറപ്പുവരുത്തുക, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഇട്ട് തരിക. തീർച്ചയായിട്ടും വീണ്ടും വീഡിയോസ് ഉണ്ടാവും. ആരാണ് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാകുന്നത്. ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം എടുത്ത് പറയുകയാണ്, ഈ ടീനേജ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലാണ്. അത് ടീച്ചേഴ്സും ഫോക്കസ് ചെയ്യണം, പേരൻസും ഫോക്കസ് ചെയ്യണം. സൊസൈറ്റിക്കെല്ലാം കുട്ടികളെ അവരുടെ വ്യക്തിത്വ വികസനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. കുട്ടികൾ ഇന്ന് അവരുടെ വ്യക്തിത്വ വികസനം നേടിയാൽ നാളെ അവർ ലോകത്തിന് വലിയ സംഭാവനകളായി മാറും, ലോകത്തിന് അവർ വലിയ സാധ്യതകളായി മാറും, ലോകത്തിന് ഒരു ഭാരമായി മാറില്ല. ഹാപ്പി ലിവിങ്.